നിങ്ങളെങ്ങോട്ടാ? ഞാൻ വീട്ടിലോട്ടേക്ക് പോകുന്നു. അതെന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം? ആ 13-ാം നമ്പർ മുറിയിൽ എന്തൊക്കെയോ കണ്ടതുപോലെ ഇന്ന് നമ്മുടെ ജ്വൽ പറഞ്ഞു. എന്ത് കണ്ടെന്ന്? അറിയില്ല സർ, അവിടെ പോകുന്നത് അപകടമാണ്. ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയല്ലേ. ഞാൻ വീട്ടിൽ പോകുക. ഇപ്പോൾ ബാക്കിയുള്ളവരും പോകും. ഞാനിനി 3-4 ദിവസം കഴിഞ്ഞിട്ട് വരാം. നിങ്ങൾക്കെന്താ വട്ടാണോ? അവിടെ കുന്തം ഒന്നുമില്ല. ഞാൻ വന്ന സമയം അവിടെ പോയി നോക്കിയതാ. എല്ലാം നിങ്ങളുടെയൊക്കെ തോന്നല. എൻ്റെ തോമസ് സാറേ, വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ തർക്കിക്കാനില്ല. ഞാൻ പോട്ടെ. ഇപ്പോൾ ചെന്നാൽ വല്ല വണ്ടിയും കിട്ടും. അത്രയും പറഞ്ഞുകൊണ്ട് സീനു ഗേറ്റിൻ്റെ പുറത്തേക്കിറങ്ങി. ഇത് സീനു, ഫ്ലാറ്റിലെ ക്ലീനേഴ്സിൽ ഒരാൾ. ഈ ഫ്ലാറ്റിൽ വന്ന സമയം മുതൽ ഓരോരുത്തരും പറയുന്ന കഥകൾ വിശ്വസിച്ചുകൊണ്ട് അവർ കഴിഞ്ഞുപോയി. കൂടെയുള്ള സുഹൃത്തുക്കളിൽ ചിലർ ആ മുറിയുടെ കഥ പറഞ്ഞത് അവൾക്ക് കൂടുതൽ ഭയം തന്നെ ചെലുത്തി. ഫ്ലാറ്റിൽ മറ്റുള്ള നിലകളിൽ താമസിക്കുന്ന ചില ആളുകൾ കണ്ട കാഴ്ചകൾ, അനുഭവങ്ങളൊക്കെ അവർ കേട്ടിരുന്നു. ഇതുവരെ അവിടെ അവർ ചെന്നിട്ടില്ല. അതിനുള്ള ധൈര്യം അവർക്കില്ല. പക്ഷേ കൂടെയുള്ള മറ്റു സുഹൃത്തുക്കളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് വാദിക്കുന്നു. 15 നിലയുള്ള ആ ഫ്ലാറ്റിൻ്റെ 2ാമത്തെ നിലയിലെ 13-ാം നമ്പർ മുറി അത്രയും ഭീകരത നിറഞ്ഞതാണെന്നാണ് ഫ്ലാറ്റിലെ ചിലരെങ്കിലും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള നിലയിലെ ആളുകൾ അവിടെ ഭീതിയോടെ താമസിക്കുന്നു. ചിലർ ആ നിലയിൽ താമസിക്കാൻ പോയിട്ട് എന്തൊക്കെയോ അനുഭവങ്ങൾ നേരിട്ടു. അതിനാൽ തന്നെ അവിടെ എന്തോ ഉണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ പൊന്നോ, ഇങ്ങനെ കുറേ ജോലിക്കാർ, എല്ലാം പേടിത്തൊണ്ടികൾ മാത്രം. ഞാൻ അവിടെ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. തോമസ് ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. മാനേജർമാരെല്ലാം അവിടെ എന്തോ മീറ്റിങ്ങിലായിരുന്നു. അവരെ അഭിവാദ്യം കൊണ്ട് അകത്തേക്ക് കയറിയ അദ്ദേഹം മറ്റുള്ള ക്ലീനേഴ്സ് വരുന്നത് കണ്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നെക്സ്റ്റ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നെക്സ്റ്റ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.